വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ നല്ലൊരു ബീഫ് സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു 1/2 കിലോ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു വലിയൊരു ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, പിന്നെ ഒരു സവോള, ഒരു നല്ല പീസ് ഇഞ്ചി ഇതുപോലെ അരിഞ്ഞെടുക്കണം കേട്ടോ. ഇതിനകത്ത് ചതച്ചൊന്നും ചേർക്കരുതേ. സ്റ്റൂവിനകത്ത് ഇതുപോലെ അരിഞ്ഞെടുക്കുക. പിന്നെ ഒരു 5-6 പച്ചമുളക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സ്പൈസസ്, ബേ ലീഫ്, പിന്നെ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഒരു 3 എണ്ണം മതി കേട്ടോ. ഗ്രാമ്പു ഒരു 4 എണ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് നല്ലൊരു പീസ് ഞാൻ 2-3 മുറിച്ചിട്ടേക്കുവാണേ. ബേ ലീഫിൻ്റെ ചെറിയൊരു പോർഷൻ മതി കേട്ടോ, കാരണം അധികം ബീഫ് ഇല്ലല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ചെയ്താൽ മതി. ബീഫ് ഞാൻ ഇതുപോലൊരു കുക്കർ എടുത്ത് വെച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് 2-ാം പാലും 3-ാം പാലും ഒഴിച്ചു കൊടുക്കുക. 1-ാം പാല് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ബീഫ് കുക്കായതിന് ശേഷമേ എടുത്തുള്ളൂ. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഇത് പൊടിക്കാത്ത കുരുമുളക്, ഇതിങ്ങനെ കിട്ടാൽ മതി. കാരണം അതിനകത്ത് നമ്മൾ വേറെ കുരുമുളകും ഈ പച്ചമുളകും ചേർക്കുന്നുള്ളൂ എരിവിന്. അപ്പം ബാക്കി എല്ലാ സാധനങ്ങളുടെ ഞാനിത് വഴറ്റുമൊന്നും ചെയ്യുന്നില്ല. ഇതെല്ലാം കൂടി ഇങ്ങനെ അങ്ങ് ഈ ബീഫിലേക്ക് ആക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമ്മൾ നന്നായിട്ട് ആദ്യം വേവിച്ചെടുക്കുവാണേ. ഒന്ന് മിക്സ് ചെയ്യണേ. നമ്മൾ ഉപ്പിട്ടിട്ടില്ലേ, ഈ സമയം നമ്മൾ ഉപ്പും കൂടെ അങ്ങ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് വേവിച്ചെടുക്കുക. ഇത്ര വിസിലെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഓരോ മീറ്റിനും ഓരോ വേവായിരിക്കും. പിന്നെ കുക്കർ അതിനൊക്കെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും, എന്നിട്ട് ബാക്കി കാണിക്കാവേ. ഞാൻ ഈ ബീഫ് ഇവിടെ വേവാൻ വെച്ചിട്ട് എൻ്റെ കുക്കറിൽ ഒരു 10 വിസിലടിച്ച് കേട്ടോ. അപ്പം നമ്മുടെ ബീഫൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടേ. ഈ പൊട്ടറ്റോ ഉണ്ടല്ലോ, ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഗ്രേവി നല്ല പോലെ കുറുകി കിട്ടും. ക്യാരറ്റ് അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഈ പൊട്ടറ്റോ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ, കുറച്ചെടുത്ത്. എല്ലാം കൂടെ വേണ്ട. ഇപ്പം നമ്മൾ വിസിലിൻ്റെ എണ്ണം ഒന്നും പറയാത്ത എന്താണെന്നറിയോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മീറ്റ് അതിൻ്റെ കട്ടി എന്തേലും ഉണ്ടെന്നൊക്കെ നോക്കി അങ്ങനെ നമുക്കത് പറയാൻ പറ്റത്തുള്ളേ. ചിലപ്പോൾ ഇച്ചിരി മൂത്ത ഇറച്ചിയാണെങ്കിൽ നമുക്ക് വിസിൽ ഇച്ചിരി കൂടുതൽ അടിക്കേണ്ടി വരുവേ. 10-15 അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് ഞാൻ അരച്ച് വെച്ചേക്കുന്നതാണ്. അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകയും കിട്ടും, നല്ല ടേസ്റ്റും ആയിരിക്കുവേ. ആ മിക്സിയുടെ ജാറിലോട്ട് ഒരു സ്വല്പ വെള്ളം, ഒരുപാട് ഒഴിക്കല്ലേ, സ്വല്പ വെള്ളവും കൂടെ ഒഴിച്ച് ഇങ്ങനെ അങ്ങ് എടുത്തേക്കണേ. പിന്നെ നമ്മൾ 1-ാം പാൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ, ആ 1-ാം പാലും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയേക്കണേ. നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ചൂടാകണം, തിളയ്ക്കണ്ട. ഇനി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ബീഫ് സ്റ്റൂ റെഡിയാകുക. നല്ല കുറുകിയ ഗ്രേവിയൊക്കെയാണ്, നല്ല കുറുകിയ ഗ്രേവി. അതൊന്ന് ചൂടാകുമ്പോൾ ഒന്നും കൂടെ ഒന്ന് തിക്കാകും ഇത്. ഉപ്പൊക്കെ നമ്മൾ ഈ സമയത്ത് നോക്കണം. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പിടണം. ഇപ്പം എൻ്റെ ഇതിനകത്ത് ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ രണ്ടാമതൊന്നും ചേർക്കാത്ത. നന്നായിട്ടൊന്ന് ആവി വന്നാൽ മതി. ആവി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് താളിച്ചിട്ടാൽ മതി. നമ്മൾ ഇത്രയും സാധനങ്ങൾ നെയ്യിലൊന്ന് താളിച്ചിടും. ചെറിയ ഉള്ളി, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, കറിവേപ്പില. നന്നായിട്ട് ആവി വന്ന് തുടങ്ങി. ഇത് തിളയ്ക്കണമെന്നൊന്നുമില്ല. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കേണ്ട കാര്യമില്ല. നല്ല പോലെ ഒന്ന് ആവി വന്നാൽ മതി. ഇനി നമുക്ക് താളിച്ചിടാം. താളിക്കുക, കടുവറുക്കുക, പല സ്ഥലത്ത് പലതാ പറയുന്നത് കേട്ടോ. അപ്പം നല്ല കുറുകിയ ബീഫ് സ്റ്റൂ ആണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. എൻ്റെ ചാനലൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണം. അതൊക്കെ അറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ഇടണേ. അപ്പം നമ്മുടെ നന്നായിട്ട് ഇതാണ്ട് തിളച്ച് തുടങ്ങി. ആദ്യത്തെ തിള വന്ന് നമ്മൾ തിളക്കിയതെന്ന് പറഞ്ഞാലും ഒരു തിള വരും. അപ്പം നമ്മളിതങ്ങ് മാറ്റിയേക്കണേ. നമ്മളിവിടെ പാൻ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പശു നെയ്യ്, ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത പശു നെയ്യ് കേട്ടോ. അപ്പോൾ ഇത് 1 ടേബിൾ സ്പൂൺ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയെക്കാട്ടി നല്ലതുണ്ടല്ലോ ചിക്കൻ സ്റ്റൂവിനും മട്ടൺ സ്റ്റൂ, ബീഫ് സ്റ്റൂ, അതിനൊക്കെ ഇത് നെയ്യിൽ കടുക് വറുത്തിടുന്നതാണ് നല്ലത്. പിന്നെ ചിലർക്ക് നെയ്യ് ഇഷ്ടമില്ലാത്തവരുണ്ടാവും, അങ്ങനെയുള്ളവർ വെളിച്ചെണ്ണയിൽ ചെയ്താൽ മതി കേട്ടോ. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഒന്ന് വറുത്തെടുക്കാവേ. അണ്ടിപ്പരിപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തേരം വേണേലും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ അധികം ഇട്ടിട്ടില്ല, കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അത് നമ്മുടെ ആവശ്യത്തിന്, ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അതൊക്കെ ചെയ്യാം കേട്ടോ. കുറച്ചൊരു അതൊന്ന് മൂക്കുമ്പോഴത്തേനും നമ്മൾ ആ ഒരു കിസ്മിസും കൂടെ, ശരിക്കും ആ വെള്ള കിസ്മിസ് ഉണ്ടെങ്കിൽ അതാ നല്ലത് കേട്ടോ. ഞാനിപ്പം വെള്ള കിസ്മിസ് ഇവിടെ നോക്കിയപ്പോൾ കണ്ടില്ല, അതാ ഞാൻ ഈ കളർ ഇടുന്നത്. പക്ഷെ ഇത് ആ ഒരു വെള്ള സ്റ്റൂവിനകത്ത് നല്ല എടുത്ത് നിൽക്കും. പക്ഷെ സാധാരണ ഞാൻ മറ്റേ ആ വൈറ്റ് കളറാണ്
ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് അങ്ങ് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒന്ന് കിട്ടിയാൽ മതി, അല്ലാതെ ഇത് ബ്രൗൺ കളറിലൊന്നും ആക്കല്ലേ. അതിൻ്റെ ഒരു കളർ മാറി വരുന്ന ആ സമയത്ത് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർക്കാം. കറിവേപ്പില ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴല്ലോ ഉള്ളി ഇങ്ങനെ മതി കേട്ടോ. ഒരു നമ്മൾ ഈ തോരനൊക്കെ കടു വറുക്കാനോ എടുക്കുന്ന പോലെ ഭയങ്കര ബ്രൗൺ ഒന്നും ആകണ്ട. നമ്മൾ ഗ്യാസ് ചെയ്യാൻ ഓഫ് ചെയ്ത് കൊടുത്തേ. ഇനിയിപ്പോൾ ഇതിലേക്കുണ്ടല്ലോ ഒരു സ്വല്പം പെരിഞ്ജീരകപ്പൊടി ഞാൻ ആഡ് ചെയ്യുകയാണേ. ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. സ്വല്പം പെരിഞ്ജീരകപ്പൊടി, കാരണം ഈ ബീഫിനുണ്ടല്ലോ പെരിഞ്ജീരകം വളരെ നല്ലതാണ്. അതിൻ്റെ ആ ഒരു ഫ്ലേവർ കയറി വരുമ്പം കേട്ടോ, പ്രത്യേകിച്ച് ബീഫിന് ചിക്കനെക്കാട്ടിലൊക്കെ. പിന്നെ ഒരു സ്വല്പം കുരുമുളക് പൊടിയാണ്. ഇത് രണ്ടും കൂടെ അങ്ങോട്ട് ഒന്ന് ആ എണ്ണ ചൂടായി കിടക്കല്ലേ, അപ്പോൾ അതിനകത്തൊന്ന് ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ചൂടാക്കിയാൽ മതി. എന്നിട്ട് നമുക്കിത് ഈ സ്റ്റൂവിനകത്തോട്ട് ചേർത്ത് കൊടുക്കാതെ ഒരു സ്വല്പം ഈ സ്റ്റൂവിൻ്റെ ഗ്രേവി എടുത്ത്, അപ്പോൾ ആ ഒരു പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും എല്ലാം നമുക്കിങ്ങനെ കിട്ടും. അതിനായിട്ട് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഈ നട്ട്സും കിസ്മിസും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണേ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ എല്ലാം ആ കറിക്കകത്തോട്ട് തന്നെ ഇറങ്ങും. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കാണിക്കാം കേട്ടോ. നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ബീഫ് സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് നല്ല പാലപ്പം, കള്ളപ്പം, പത്തിരി അതിൻ്റെയൊക്കെ കൂടെ ഇത് നന്നായിട്ട് പോകും. പിന്നെ ബ്രെഡിൻ്റെ കൂടെ ഉണ്ടല്ലോ നല്ല സൂപ്പർ ആയിരിക്കും കേട്ടോ. ഇത് നല്ല പോലെ ആ ബ്രെഡിനകത്തോട്ട് ഇതങ്ങ് നന്നായിട്ട് ഒഴിക്കണം ഈ ഗ്രേവി. എന്നിട്ടെടുത്ത് കഴിക്കണം. ആ ബ്രെഡ് അങ്ങോട്ട് കുതിരുമല്ലോ അന്നേരം. അപ്പം കഴിച്ച് നോക്ക്, സൂപ്പർ ആയിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്